ഗുഡ് മോർണിംഗ്. ഇന്ന് ക്ലാസ്സാണ്. ഉളിക്കൽ മാട്ര റബ്ബർ ബോർഡിൻ്റെ തന്നെ ക്ലാസ്സാണ്. രാവിലെ പോകുന്നതിന് മുന്നേ സാധാരണ നോക്കുന്ന പോലെ തന്നെ പണിയെന്തായി എന്ന് നോക്കാൻ വന്നതാണ്. അപ്പോൾ ബെൽറ്റ് വാർക്കുന്നുണ്ട്. തറ വെക്കുന്നതിന് മുന്നേ ഉള്ള ബെൽറ്റ് വാർക്കുന്നതിൻ്റെ പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓ അപ്പം ഇനി ക്ലാസ്സിന് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ശ്രീകാന്ത് ഇപ്പം വരും. വെയിറ്റിംഗ് ആണ്. ഞാൻ റെഡിയായി. അതേപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ബിസിനസ് പാർട്ട്ണർ ശ്രീകാന്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റേ പ്രിയ റബ്ബർ കർഷകർ എന്ന് പറയുക. എല്ലാ റബ്ബർ കർഷകരും എല്ലാത്തവരുണ്ടെങ്കിലും ഇത് മാട്ര നിവാസികൾ. ഞാനിപ്പോൾ ഈ കൂൺ കൃഷീൻ്റെ ക്ലാസ് പറയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ഏകദേശം നമ്മുടെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ റിസോഴ്സ് പേഴ്സൻ്റെ വെച്ചിട്ട് 2 വാക്ക് പറയാൻ കരുതിയിട്ടാണ്. ഇപ്പം നമ്മുടെ ട്രെയിനിങ് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. കറക്റ്റ് എല്ലാവരും 10 മണിക്ക് വന്നു. ഇവിടുന്ന് അങ്ങോട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ഉച്ച എന്ന് പറയുന്ന ഒരു ടൈം നമ്മളൊരു ഫ്രെയിം വർക്ക് വെച്ചു എല്ലാവരുടെയും ഒരു താല്പര്യം അനുസരിച്ച് നമ്മുടെ റിസോഴ്സ് പേഴ്സണിൻ്റെ ഒരു പ്രത്യേകത വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരൊരു ഞാനിപ്പോൾ 2 ട്രെയിനിങ് നടത്ത മാഡം പറഞ്ഞല്ലോ. നമ്മളൊരു ഇവിടെ പെർമലിയും അതേപോലെ തന്നെ ഉളിക്കൽ വെച്ചിട്ട് നടത്തിയത്. അപ്പോൾ ആ ടൈം ഫ്രെയിമിൽ ഞാൻ മനസ്സിലാക്കി അവരുടെ ഒരു ചെറിയ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ അവർ ആരാന്നുള്ളത് അവർ തരും, എങ്ങനെ ഇതിലേക്ക് വന്നു എന്ന് അവരത് പരിചയപ്പെടുത്തി തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് കൂൺ കൃഷി, അതിൻ്റെ ഗുണങ്ങൾ, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റാണ് അവർ ഡെമോൺസ്ട്രേഷനിലേക്ക് പോകും. ഇത് പറഞ്ഞു പോകുന്ന അത്രയും എളുപ്പമാണെങ്കിലും 3 സ്റ്റേജ് ആണെങ്കിലും സമയം നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ ഇത് എത്ര നേരം വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. അത്രയും മാത്രമല്ല റിസോഴ്സ് ഇവരുടെ കയ്യിലുണ്ട്. അത് താല്പര്യമാണ്. അത് ഞാൻ നിങ്ങളിലേക്ക് വിടുക, അത് എത്ര നേരം പോകണമെന്നില്ല. എന്തായാലും നമ്മുടെ കൊണ്ട് ടൈം ഫ്രെയിം നമ്മളിവിടെ വെച്ചിരിക്കുന്നത് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു 1-1:30 ആകുമ്പോഴത്തേക്ക് നിർത്തുവാന്നില്ല. ഭക്ഷണം കഴിച്ച് നമ്മൾ പിരിയാന്നുള്ളതാണ്. ബാക്കി നിങ്ങളുടെ റെസ്പോൺസ് പോലെ നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന് ഡീൽ ചെയ്യാം. എന്തായാലും ഇതേ രീതിയിലത്തെ സെഷൻ ആയിരിക്കും. പക്ഷെ അത് ചെറിയ രീതിയിൽ ആ ടൈം മാനേജ്മെന്റ് അത് ഇവർ നോക്കി ചെയ്തോളൂ എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഇവരും ഇതേപോലെ തന്നെ മുമ്പേ എനിക്ക് തോന്നുന്നു ഞാൻ 2 ക്ലാസ് കേട്ടതിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുകയാണ്. അമ്മയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് അമ്മക്ക് വേണ്ടിയിട്ട് ഈ ട്രെയിനിങ് ഇതേപോലെ നിങ്ങളിൽ ഒരാൾ ഇതേപോലെ തന്നെ മറ്റെവിടെയോ ഇരുന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തു അത് വെച്ചിട്ട് ഈ കൂൺ കൃഷി ചെയ്തു തുടങ്ങി താല്പര്യം കൂടി വന്നപ്പോഴത്തേക്ക് അതൊരു സംരംഭ ലെവലിലേക്ക് ഒരു ബിസിനസ് ലെവലിലേക്ക് ഇവർ കൊണ്ടുവരികയാണ്. ശരിക്കും ഇദ്ദേഹം എനിക്ക് തോന്നുന്ന ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഒരു മസ്റ്റർ നേവിയാണ്. പുറം രാജ്യങ്ങളിൽ ഇങ്ങനെ കപ്പലിൽ പോയിക്കൊണ്ടിരുന്ന ഒരാൾ ലീവിൽ വരുന്നു. അമ്മയുടെ താല്പര്യത്താൽ ഒരു ട്രെയിനിങ് ഇതേപോലെ തന്നെ നിങ്ങളെ പോലെ തന്നെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു. അത് വെച്ചിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന താല്പര്യം കൂടി അമ്മയുടെ കൂടെ ഇത് കൂടുതൽ ഉത്പാദിപ്പിച്ച് ഇത് മാർക്കറ്റ് സ്വന്തം കണ്ടെത്തി എല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് അവസാനം ഇതിന് പിന്നെ ഇല്ല അതിന് വലിയ ഇപ്പം ഫുൾ ടൈം ഈ ബിസിനസ്സിലാണുള്ളത്. അതേപോലെ തന്നെയാണ് പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു ജോലി ചെയ്തത്. ബിസിനസ് പാർട്ണർ ഗൾഫിലായിരുന്നു. ഈ കൃഷിയിലേക്ക് ഇവർ 2 വന്ന് ഇപ്പോൾ ഇവിടെ തന്നെ നാട്ടിലത്തെ. ഇനി ഇവരുടെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഇതിനകത്ത് ഈ മാർക്കറ്റോട്ട് നിങ്ങളുടെ മേടിക്കും ഇവരും ലാർജ് സ്കെയിലിൽ കൂൺ കൃഷി ചെയ്യുന്നത്. പക്ഷെ ഇവർ ഈ ബിസിനസ് ഇതിന്റെ മാർക്കറ്റിംഗ് ആണ് മെയിൻ കാര്യം. ഈ മാർക്കറ്റിംഗ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർ വലിയ മറ്റു ദൂര സ്ഥലത്ത് എക്സ്പോർട്ടോ അല്ലെങ്കിൽ കുറേ ദൂരമുള്ള സ്ഥലത്തിലേക്ക് ഇവർ കൊണ്ടുപോയി വിൽക്കുകയെന്നല്ല. ഇവർ മെയിൻ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇവരുടെ വിജയം അനുഭവം ലോക്കൽ മാർക്കറ്റാണ്. ലോക്കൽ മാർക്കറ്റിൽ തന്നെ അത്രയും ഡിമാൻഡ് ഉണ്ട്, കൊടുത്തു തീർക്കാൻ പറ്റാത്ത അത്രയും ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ ഇവർ വന്നതിന്റെ ഇവർക്ക് അതുകൊണ്ട് ഈ ചെയ്തിരിക്കുന്ന ഒരു മാതൃകാപരമായിട്ട് ഒരു കാര്യമായിട്ട് സംസ്ഥാന സർക്കാരും അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ അവാർഡുകളും അതുപോലെ അംഗീകാരം നേടിയ ആളാണ്. നല്ലൊരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതിക്കൊണ്ട് അത് നിങ്ങൾക്ക് ഗുണം ഉണ്ടാകുമെന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ മൂന്നാമത്തത് ബട്ടൺ മഷ്റൂം. ആ 2 അല്ലേ 2 പറഞ്ഞല്ലേ? കുടുക്ക് ബട്ടൺ അല്ലേ, നമ്മളെ കുടുക്കിൻ്റെ ബട്ടൺ മഷ്റൂം. അത് ഇംഗ്ലീഷിലും മലയാളത്തിലെല്ലാം ബട്ടൺ തന്നെ. രണ്ടെണ്ണം മാത്രമല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ. ഇപ്പം ഇങ്ങനെ മൂന്നാമത്തത് വന്നത് നമ്മളെ കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതല്ലെങ്കിലും കേരളത്തിൽ സുലഭമായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ് മൂന്നാമത്തത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ഇരുന്നല്ലേ, വീട്ടിൽ പോകുമ്പോൾ ഈ കൂണിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ലെന്ന് വീട്ടിലവർ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയണ്ടേ. അതുകൊണ്ട് അതും കൂടി പറഞ്ഞു തരുന്നതാണ്. വിളവ് അങ്ങനെ 2, 3, 4, 5 വിളവുകളായിട്ട് 100 ദിവസം കൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ആവറേജ് ഒരു 1.5 കിലോ കൂണ്, അല്ലെ കാലാവസ്ഥ മോശമാണെങ്കിൽ ഒരു 800 മുതൽ ഒരു 1 കിലോ കൂണ് വരെയൊക്കെ നമുക്ക് നല്ല കാലാവസ്ഥ കൊടുക്കുകയാണെങ്കിൽ ആ ബെഡിൽ നിന്നും വിളവെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഒരു ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ എത്ര നാളത് ഉപയോഗിക്കാം?
3 മാസം വരെ നമുക്ക് 3 മാസം 4 മാസം നമുക്ക് അതിന്റെ മേലെ വെള്ളം നനക്കുന്ന പോലെ. അപ്പൊ നമ്മൾ വെള്ളം സ്പ്രേ മാത്രമേ ചെയ്യാവുള്ളൂ. കൂൺ ബെഡിന്റെ മേലെ വെള്ളം വെറും സ്പ്രേ മാത്രം. അതിന് മേലെ വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ എന്താവും? പെട്ടെന്ന് അഴുക്കാവും. അതായത് പ്ലാസ്റ്റിക് കവറിന്റെ മേലെ വെള്ളം വീണ്ടും വീണ്ടും നമ്മൾ സ്പ്രേ ചെയ്യുക തട്ടു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അഴുക്കാവും. ചെറിയ രീതിയിൽ ജീർണിക്കാൻ തുടങ്ങും. അങ്ങനെ മോശമായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് പ്രാണികളോ പുഴുക്കളോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും വെള്ളം കോരി ഒഴിക്കാൻ പാടില്ല. ആ കാലാവസ്ഥ അനുകൂലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ജസ്റ്റ് സ്പ്രേ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. തണുപ്പ് കൊടുക്കുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പല രീതിയിൽ നമുക്ക് ചെയ്യാം. ആ റൂമിൽ തണുപ്പ് ഉണ്ടാക്കി കൊടുക്കാം. മേലെയുള്ള ചൂട് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് മട്ടലോ എന്തെങ്കിലും അതിന്റെ മേലെ ഇട്ട് കൊടുക്കാം. ഗ്രീൻ നെറ്റ് കെട്ടാം. തെർമോക്കോളിന്റെ ഇതേപോലെ സീലിംഗ് ആയിട്ട് തെർമോക്കോൾ കൊടുക്കാം. ചൂട് മേലെ നിന്ന് അധികം ചൂട് വരുക മുകളിൽ നിന്നാണ് അല്ലേ, മുകൾ ഭാഗത്ത് നിന്ന് ചൂട് വരുക, അത് നമുക്ക് തടയാൻ പറ്റും. താഴേന്ന് നമുക്ക് ചിപ്സോ അല്ലെങ്കിൽ ജില്ലി കല്ലുകളോ ഒക്കെ ഇട്ട് അല്ല പുഴക്കല്ലുകളൊക്കെ ഇട്ട് നനച്ചു കൊടുത്താൽ താഴേന്ന് തണുപ്പ് നമുക്ക് കിട്ടും ഇല്ലേ. അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം, തണുത്ത വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? കൂടുതൽ തണുപ്പ് കിട്ടും. നമുക്ക് പല മാർഗങ്ങളിലൂടെ നമുക്ക് സ്പ്രിംഗ്ലർ സിസ്റ്റം ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അതിന് തണുപ്പ് കൊടുക്കാൻ പറ്റും. അങ്ങനെ തണുപ്പ്, നല്ല ആവശ്യത്തിന് തണുപ്പും വായുസഞ്ചാരവും കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിലുള്ള കൂണ് വരുള്ളൂ. അങ്ങനെ നമുക്ക് 10-100 ദിവസം കൂണ് വിളവെടുക്കാൻ പറ്റും. ഈ രീതിയിലാണ് പരമ്പരാഗതമായിട്ട് കൂൺ കൃഷി ചെയ്തു പോരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ കൂൺ കൃഷി ചെയ്ത് മുന്നോട്ട് വരുന്ന സമയത്ത് ഏകദേശം കഴിഞ്ഞ വർഷം ജൂലൈ 1-ാം തീയതി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ മൺസൂൺ മഷ്റൂം വഴി ആദ്യമായിട്ട് പുതിയൊരു മാധ്യമം അവതരിപ്പിച്ചു. അതിന്റെ പേരാണ് മഷ് പെല്ലറ്റ്. മഷ് പെല്ലറ്റ് നമ്മൾ എന്ത് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? കൈ ഡെറ്റോളിട്ട് ക്ലീൻ ആക്കണം. പരമാവധി കൂൺ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മളെ കൈമിൽ മോതിരം, ചരട്, ബ്രേസ്ലെറ്റ്, അങ്ങനെയുള്ള ഒരു വാച്ച് ഇതൊന്നും ഉപയോഗിക്കാണ്ടിരിക്കണം. ഇതാണ് മഷ് പെല്ലറ്റ് എന്ന് പറയുന്ന മീഡിയം. അത് എൻ്റെ ഫ്രണ്ട് ആദം ഷംസുദ്ദീൻ, അവനാണ് ഇത് കണ്ടുപിടിച്ചത്. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് കൂൺ കൃഷിക്ക് മഷ് പെല്ലറ്റ് എന്ന് പറയുന്ന ഒരാശയം കൊണ്ടുവന്നത് അവനാണ്. ഞങ്ങളാണിത് ഞങ്ങളുടെ ഫാമിൽ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് പല രീതിയിലുള്ള മഷ് പെല്ലറ്റുകൾ ഉപയോഗിച്ച് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നല്ല കൂണ് വരാൻ തുടങ്ങിയ സമയത്താണ് ഇത് നമ്മൾ ജനങ്ങളിലേക്ക് കൊണ്ടുവന്നത്. ഇത് കാണാൻ കാലിത്തീറ്റ പോലെ ഉണ്ടല്ലേ, അല്ലേ? കാലിത്തീറ്റ പോലെയുണ്ട്. ഇപ്പം നമ്മൾ പശുവിന് കൊടുക്കുന്നതും ഏകദേശം ഇതേപോലെയുള്ള പെല്ലറ്റാണ് കൊടുക്കുന്നത്. അതിന് കാലിത്തീറ്റ എന്ന് പറയും. നമ്മൾ ആടിന് കൊടുക്കുന്നതോ ഏകദേശം ഇതേപോലത്തെ ചെറുത് കൊടുക്കാറില്ലേ? അത് കഴിഞ്ഞ് കോഴിക്ക് കൊടുക്കാറില്ലേ ചെറുത്? മുട്ടക്കോഴിക്കോ വേറെ കൊടുക്കാറില്ലേ? എല്ലാം കൊടുക്കുന്ന ഒന്ന് തന്നെയാണോ? അല്ല. ആ രീതിയിൽ കൂൺ കൃഷിക്ക് വേണ്ടിയിട്ട് കൂണ് വേണ്ട മൂലകങ്ങൾ, അതായത് പല തരത്തിലുള്ള ന്യൂട്രീഷൻസ്, ധാന്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു മീഡിയമാണ് മഷ് പെല്ലറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ആ മീഡിയം. ഇത് നമ്മൾ 1 കിലോ തൂക്കിയെടുത്തിരിക്കുകയാണ്. 1 കിലോ നമ്മൾ തൂക്കിയെടുക്കുന്നത്. ഈ 1 കിലോ മഷ് പെല്ലറ്റ് നമ്മൾ എടുക്കുന്നത് ഇതിലേക്ക് 1.5 ലിറ്റർ തിളക്കുന്ന വെള്ളം ഒഴിക്കും. ഞാൻ കാണിച്ചു തരാം. പൊടിഞ്ഞതിന് ശേഷം, പൊടിഞ്ഞിട്ട് ഇതിങ്ങനെ കുറേ നേരം ഇങ്ങനെ വെക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ വിത്തിടണം. ഇപ്പോൾ ഫാൻ എന്തായാലും പോയ സ്ഥിതിക്ക് എനിക്ക് വിത്തിനെ പറ്റിയിട്ടും കാണിച്ചു തരാൻ പറ്റും. അതായത് ഇതാണ് കൂണിൻ്റെ വിത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ പറ്റിപ്പിടിക്കുന്ന ഈ പൂപ്പലാണ് ഈ വിത്ത് എന്ന് പറയുന്നത്. എല്ലാവരും വിചാരിക്കും ഇതിൻ്റെ അകത്തെ മണികളാണ് എന്നാണ് വിത്ത് എന്നാണ് കുറേ പേരുടെ ധാരണ. അപ്പോൾ ഇതിൻ്റെ മേലെ എപ്പോഴും നമ്മൾ പച്ച കറുപ്പ് കളറൊന്നും ഇല്ല ഇത് കൂണിൻ്റെ വിത്തിൻ്റെ മേലെ നമ്മൾ ഉറപ്പിക്കണം. അതിന് ശേഷം നമ്മളിത് പൊട്ടിക്കും. ഒന്ന് പൊടിച്ചു കഴിഞ്ഞാൽ ഇത് മണിമണികളായിട്ട് വരും. അപ്പോൾ ചേട്ടന് കൊടുക്കും, അങ്ങോട്ട് കൊടുക്കും. അങ്ങോട്ട് കൊടുക്കണേ, അങ്ങോട്ട് കൊടുക്കണേ, അത് കൊടുക്കണേ. അതായത് എല്ലാവർക്കും വിത്ത് കിട്ടിയില്ലേ? ഇത് സൂക്ഷിച്ച് വെക്കുമെന്ന് മണ്ട വീട്ടിൽ കൊണ്ടേ ഒന്നും ചെയ്യാനൊന്നാവില്ല. അപ്പൊ ഈ ചോളം ഇല്ലേ, മണികള്, ഇതാണ്
ഇതിന്റെ മേലെ ഒരു വെള്ള കളർ കാണുന്നില്ലേ, അതാണ് പൂപ്പല്, അതാണ് വിത്ത്. ഈ മണി എന്ന് പറയുന്നത് ചോളാണ്, മണിച്ചോളാണ്. ഇത് നമ്മളൊന്ന് പ്രസ് ചെയ്തൊന്ന് ഞെരിച്ചു കഴിഞ്ഞാൽ വെറും ചോളായി. അതിൻ്റെ അകത്തെ വിത്തെല്ലാം ചത്തുപോയി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മണിയല്ല വിത്ത്, ഇതിൻ്റെ മേലെ പറ്റിപ്പിടിക്കുന്ന ഈ പൂപ്പലാണ് വിത്ത്. അപ്പോൾ കുറേ ആൾ ചോദിക്കാണ്ട് ഇതിൻ്റെ ഈ പാട പോലെ കാണുന്നില്ലേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ മേല, ഈ പാട ഇതിൻ്റെ അകത്ത് ഇടണോ വേണ്ടയോ എന്ന്. പാടയാണ് വിത്ത്, അതെന്തായാലും ഇടണം. അപ്പോൾ ഇത് കുറേ നാൾ പഴകി കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലെ ചൂട് കൊണ്ടോ ഇതിന് മേലെ മഞ്ഞ കളറ് പോലെ വരും, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഭയങ്കര വെള്ളം പോലെ ഉണ്ടെങ്കിൽ മാത്രം അത് കളയുക. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ അര പാക്കറ്റ് വിത്ത് നമ്മൾ ഇതിലേക്ക്, ഇത് 300 ഗ്രാമാണുള്ളത് ഈ വിത്ത്. ഈ 300 ഗ്രാമിൽ 150 ഗ്രാം നമ്മൾ ഇതിലേക്ക് ഇടും. ഇത് നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെക്കുന്നത്. ഇവിടെ ഇതിപ്പം മേലെ മാത്രമേ ആയിട്ടുള്ളൂ അല്ലേ, നേരത്തെ നമ്മൾ റൗണ്ടായിട്ട് വൈക്കോലിട്ടില്ലേ, ഇത് പക്ഷെ മേലെ മാത്രമേ ഉള്ളൂ. അപ്പം മേലെ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വലിച്ചാൽ ഇത് താഴേക്ക് പോയിക്കോളും. താഴെ എത്തിയില്ലേ? അപ്പം ഇതിൻ്റെ ഏറ്റവും മുകളിൽ എപ്പോഴും നമ്മൾ മൈസീലിയം ഗ്രോത്തിന് വേണ്ടിയിട്ട് മുകളിൽ വേറെ കണ്ടാമിനേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി കുറച്ച് മണികൾ എപ്പോഴും മേലെ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് നമ്മൾ ഈ ബെഡിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് അങ്ങനെ അധിക നേരമൊന്നും സൂക്ഷിച്ച് വെക്കരുത്. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം വിത്ത് ഇടുക തന്നെ വേണം. എല്ലാ സ്ഥലത്തും എത്തിയില്ലേ? ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ നേരത്തെ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടുമല്ലേ, ഇത് നമ്മളിപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടുന്നില്ല. നമ്മൾ ഇതാണ് മൈക്രോപോറസ് ടാപ്പ്, മൈക്രോപോർ ടാപ്പ് എന്ന് പറയും, സർജിക്കൽ ടാപ്പ് എന്ന് പറയും. ഇത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് മുറിവുകൾക്കൊക്കെ നമ്മൾ ഈ ടാപ്പ് കൊണ്ടങ്ങ് ഒട്ടിക്കും. ഒരു ബെഡ് ഉണ്ടാക്കി നമ്മൾ 10-12 മണിക്കൂർ വെള്ളത്തിൽ വൈക്കോലിട്ട് അത് കഴിഞ്ഞ് 1 മണിക്കൂർ ആവിക്ക് വെച്ച് 20% വരെ ജലാംശം നിലനിർത്തി ഉണക്കി അത് കഴിഞ്ഞ് ചുമ്മാടാക്കി വിത്തിട്ട് കൊടുത്ത്, ചുമ്മാടാക്കി വിത്തിട്ട് കൊടുത്ത്, അങ്ങനെ 4 ലെയറാക്കി റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടുന്നില്ലേ, ആ പണിയാണ് ഇപ്പം ചെയ്തത്. എത്ര സമയമെടുത്ത്? 1 കിലോ തൂക്കാൻ 1 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. വെള്ളം നൽകാൻ സമയമുണ്ടാവും. വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിക്കാനോ 10 സെക്കൻഡ് എടുത്തോ ഞാൻ ഇങ്ങനെ ഒഴിക്കാൻ? അത് കഴിഞ്ഞൊന്ന് പൊടിക്കാൻ 1 മിനിറ്റ് വിത്തിട്ട് കൊടുത്ത്. ചൂടാറുന്ന സമയത്ത് നമ്മളിങ്ങനെ ആറ്റി കൊടുക്കുകയൊന്നും വേണ്ട. വൈകുന്നേരം നമ്മൾ വെള്ളം ഒഴിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നേരെ അങ്ങ് വിത്തിടാം. ഇതാണ് ഒരു കൂൺ ബെഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഹോളിട്ട് കൊടുത്തോ? നേരത്തെ നമ്മൾ ഹോളിട്ട് കൊടുത്തിട്ടില്ലേ? ഹോളിട്ട് കൊടുത്ത് എന്തിനായിരുന്നു? എയറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഓക്സിജൻ കിട്ടാൻ, അത് വളരാൻ വേണ്ടിയിട്ടാണ് എയർ ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഹോളിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊന്നും കൊടുത്തിട്ടില്ല, പകരം നമ്മൾ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക ചെയ്തത്. മനസ്സിലായില്ലേ? ടാപ്പ് ഒട്ടിക്കുന്ന വഴി നമുക്ക് ഈ ടാപ്പിലൂടെ എയറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വായുസഞ്ചാരം നടക്കും. എന്നാൽ ഇതിലേക്ക് പ്രാണികൾക്കോ കീടങ്ങൾക്കോ ഒന്നും കയറാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ പഴയ രീതിയിൽ ചെയ്യുമ്പോൾ കണ്ടാമിനേഷൻ വന്നത് ഇത് മൊത്തം കൈകൊണ്ട് ചെയ്യുന്നുണ്ടാണ്. ഇത് നമ്മൾ പെല്ലറ്റ് നമ്മളൊരു കപ്പിൽ തൂക്കിയെടുക്കുക ചെയ്യുന്നത്, അതിലേക്ക് 1.5 ലിറ്റർ വെള്ളം ഒഴിക്കുക ചെയ്യുന്നത്, വിത്ത് നമ്മൾ കവറോടെ ഇതിൻ്റെ അകത്ത് ഇടുക ചെയ്ത് ടാപ്പ് ഒട്ടിക്കുക ചെയ്ത്. ഇതിൻ്റെ ഒരു ഘട്ടത്തിലും നമ്മൾ ഇതൊന്നും കൈകൊണ്ട് തൊടുന്നില്ല. മാധ്യമങ്ങൾ കൈകൊണ്ട് യാതൊരു തരത്തിലും മാധ്യമങ്ങൾ നമ്മൾ തൊട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ കണ്ടാമിനേഷൻ ചാൻസ് ഇല്ല എന്ന് തന്നെ പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഈ 15 ദിവസം നമ്മൾ ഈ ബെഡ് ഇതുപോലെ വൃത്തിയുള്ളൊരു സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കും. 15 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് മുഴുവൻ വെള്ള കളറ്, ഈ വിത്ത് കാണുന്നില്ലേ, പാട പോലെ കണ്ടില്ലേ, ഈ പാട പോലെ ഇത് മുഴുവനായിട്ടും വെള്ള കളറായിട്ടുണ്ടാവും. അതുപോലെ ഉറച്ചിട്ടുണ്ടാവും. ഉറച്ച അത് നമ്മൾ ഈ ഇവിടെ ഇങ്ങനെ ബാഷ്പീകരിച്ചിട്ട് വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇവിടെ ഒരു സൈഡിൽ നമ്മളൊരു
ഒരു കത്രിക കൊണ്ട് മുറിച്ച് കളഞ്ഞിട്ട് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒന്ന് തലയിരിച്ചൊന്ന് കുടഞ്ഞ് കളയാം. എന്നിട്ട് ഇതിൻ്റെ വായ് ഭാഗം ഇങ്ങനെ കെട്ടിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള സ്ഥലം മുറിച്ചങ്ങ് കളയാം. മനസ്സിലായില്ല? ഇപ്പം നമ്മൾ 15 ദിവസം കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഉറച്ചിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ കിടക്കുന്ന വെള്ളം ഇവിടെ കത്രിക കൊണ്ട് മുറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളം കളഞ്ഞിട്ട് ഈ രീതിയിൽ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്ന വെറുതെ കിടക്കുന്ന സ്ഥലമില്ലേ അത് മുറിച്ചങ്ങ് കളയാം. മനസ്സിലായില്ലേ? എന്നിട്ടാണ് നമ്മൾ ഉറിയിലേക്ക് മാറ്റുന്നത്. ഉറിയിൽ കെട്ടിത്തൂക്കിയതിന് ശേഷം അപ്പോഴാണ് നമ്മൾ മൈസീലിയം ഗ്രോത്തായി അസുഖങ്ങളൊന്നുമില്ല, അതായത് വളർന്ന മൈസീലിയത്തിന് മറ്റ് അസുഖങ്ങളെ ചെറുക്കാൻ മാത്രം വളർച്ച ഉണ്ടാകുമ്പോഴാണ് നമ്മളതിന് ഹോളിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന അസുഖങ്ങളെ ചെറുക്കാനുള്ള കഴിവും അതിൻ്റെ വളർച്ചയും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മൾ 5 സ്ഥലത്ത് ബ്ലേഡ് കൊണ്ട് വരച്ച്, ഏറ്റവും കൂടുതൽ വെളുപ്പുള്ള 5 സ്ഥലത്ത് 1, 2, 3, 4, 5 സ്ഥലത്ത് ബ്ലേഡ് കൊണ്ട് 1/2 ഇഞ്ച് കനത്തിൽ അല്ലെങ്കിൽ 1 ഇഞ്ച് കനത്തിൽ ബ്ലേഡ് കൊണ്ട് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം 21 ദിവസം കൊണ്ട് തന്നെ കൂണ് പുറത്തേക്ക് വരും. വീണ്ടും നമ്മൾ പരിപാലിച്ചുകൊണ്ടേയിരിക്കുന്നത് 100 ദിവസം, 7 മുതൽ 15 ദിവസത്തിൽ രണ്ടാമത്തെ വിളവ്, മൂന്നാമത്തെ വിളവ്, നാലാമത്തെ വിളവ്, അങ്ങനെ കൂടുതൽ നാൾ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഒരു ബെഡ് വെള്ളം നനച്ച് തുടങ്ങിയാൽ അന്ന് മുതൽ ആ ബെഡ് എടുത്ത് കളയുന്ന അത്രയും നാൾ നമ്മൾ വെള്ളം നനച്ച് കൊണ്ടേയിരിക്കണം. അതായത് 7 മുതൽ 15 ദിവസത്തിലാണ് രണ്ടാമത്തെ വിളവ് വരുവാന്ന് പറഞ്ഞു. ഈ 7 മുതൽ 15 ദിവസത്തിൽ ഏത് ദിവസം കൂണ് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് അനുയോജ്യമായ കാലാവസ്ഥ എപ്പോഴാണോ കിട്ടുന്നത് അപ്പോഴൊക്കെ അതിൻ്റെ അന്ന് കൂണ് വരും. കണ്ടിന്യൂസ് ആയിട്ട് 100 ദിവസം നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യണം. 2 ദിവസം കൊണ്ട്, അതായത് കൂണ് വിരിഞ്ഞ് അതിൻ്റെ ഒരു കുഴി ഉണ്ടാവും വിരിഞ്ഞിട്ട്. ആ കുഴി ഏകദേശം നിവർന്ന് കഴിയുമ്പോഴേക്ക് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ യൂസ്ഡ് ആകുമ്പോൾ, അതായത് കൂണ് വന്നുകൊണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വളർച്ച കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഫോട്ടോസും വീഡിയോസും ഞാൻ കാണിച്ചു തരാം. ആ രീതിയിലാണ് ഒരു ബെഡിൽ നിന്ന് നമുക്ക് ആവറേജ് 1 കിലോ കൂണ് വരെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അല്ല, ഇത് തല തിരിച്ചിട്ട് വേണം. അതായത് ഇതിൻ്റെ അകത്ത് വീണ്ടും ഈർപ്പം നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. തല തിരിച്ച് വെച്ച് കഴിഞ്ഞാലാണ്. ഇതിപ്പോൾ കൂൺകൃഷിയായിട്ട് മുന്നോട്ട് പോവാണ്. ഞാനും ഒരിക്കലും കൂൺകൃഷിയിലേക്ക് വരുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ കൂണിൻ്റെ ഗുണങ്ങളോ ഇതിൻ്റെ കാര്യങ്ങളോ അറിഞ്ഞിട്ടൊന്നല്ല കൂൺകൃഷി ചെയ്തു തുടങ്ങിയത്. ഞാൻ അമ്മേനെ സഹായിക്കാൻ തുടങ്ങി. അതിനുശേഷം ഒരു ഇൻകം ജനറേഷൻ രീതിയിൽ ചെറിയ രീതിയിൽ ഫോക്കസ് ചെയ്തു. അവിടുന്ന് KVK എന്ന് കണ്ണൂർ കൃഷി കേന്ദ്രത്തിലാണ് ആദ്യമായിട്ട് കൂൺകൃഷിയുടെ പരിശീലനം കിട്ടിയത്. ആര്യ എന്ന് പറഞ്ഞിട്ട് അട്രാക്റ്റിംഗ് ആൻഡ് റീറ്റൈനിങ് യൂത്ത് ഇൻ അഗ്രികൾച്ചർ, യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ആര്യ പ്രൊജക്റ്റിൻ്റെ ഭാഗമാവുകയും അവിടെ നിന്നാണ് നമ്മളൊരു ബ്രാൻഡിങ് രീതിയിൽ മൺസൂൺ മഷ്റൂം എന്നൊരു ബ്രാൻഡാക്കി മാറ്റുകയും ഇന്ന് അറിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും അവിടെ പഠിപ്പിക്കാനും, ഇപ്പം അവിടുത്തെ മാസ്റ്റർ ട്രെയിനറായിട്ട് KVKയിൽ ക്ലാസ് കൊടുക്കാനും ഒരു ട്രെയിനിങ് നില രീതിയിൽ ഇപ്പോൾ കൂണിൻ്റെ ഒരു പ്രചാരകനായിട്ട് കൂണിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇപ്പം നടക്കുന്ന രീതിയിലേക്ക് മാറാൻ സാധിച്ചത് ഈ KVKയിലുള്ള നമ്മളെ ട്രെയിനിങ്ങും ആര്യ പ്രോജക്റ്റിൻ്റെ ഭാഗമാക്കി നമ്മളെ ഇതിൻ്റെ ബൈ പ്രോഡക്റ്റുകൾ താഴെ നിങ്ങൾക്ക് ബൈ പ്രോഡക്റ്റുകൾ വാങ്ങാവുന്നതാണ്. പല ബൈ പ്രോഡക്റ്റുകൾ ഇറക്കാനുള്ള ട്രെയിനിങ്ങുകളൊക്കെ KVK എന്നാണ് കിട്ടിയത്. നിങ്ങൾക്കും ഈ ട്രെയിനിങ്ങുകളൊക്കെ കണ്ണൂർ KVKയിൽ ബുക്ക് ചെയ്തിട്ട് പോയിട്ട് പഠിക്കാൻ പറ്റും. ട്രെയിനിങ് കിട്ടാനുള്ള ചാൻസുകളുണ്ട്. ബുക്ക് ചെയ്യാൻ പറ്റും, അവിടെ പോയിട്ട് പഠിക്കാനും പറ്റും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് KVK ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് സഹായങ്ങളുണ്ടാവും. പിന്നെ 35-ന് താഴെയുള്ള യുവാക്കളെയാണ് ആര്യ പ്രോജക്റ്റിൻ്റെ ഭാഗമാക്കുന്നത്. എന്നാലും പ്രായമുള്ളവർക്കൊക്കെ പോയാൽ സാങ്കേതിക സഹായങ്ങൾ കൂണിൻ്റെ കൃഷി മാത്രമല്ല ബാക്കിയുള്ള പലതിൻ്റെയും അവിടെ ക്ലാസ്സുകളൊക്കെ ഒരുവിധം എല്ലാ ദിവസങ്ങളിലും അവിടെ ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അവരിങ്ങോട്ട് വന്നിട്ട് അവിടെ കുറേ അസോസിയേറ്റ് പ്രൊഫസേഴ്സ് ഉണ്ട്, അവരൊക്കെ വന്നിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ചെറിയൊരു കൂൺകൃഷിയുടെ ക്ലാസ്. എല്ലായിടത്തും വന്ന് പറയുന്നതാണ്. ഒരാള് കർഷകൻ വേറൊരാൾ ക്ലാസ് കേട്ടിട്ടുള്ള രീതിയിലാണ് അവരെന്തായാലും പറയും, ലാസ്റ്റ് എന്തായാലും പറയും. അതല്ലാതെ
നിങ്ങളുടെ കൂടെ ക്ലാസ് കേട്ടിട്ടില്ല എന്താണെന്ന്. ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് തന്ന നമ്മുടെ സംഘാടകർക്കാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് സാറിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. കൂണ് നമ്മൾ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ കാട്ടിലെ കൂണ് അല്ല നാട്ടിലെ കൂണ് ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ കൂണ് കിട്ടാറുണ്ട്. അത് ഞങ്ങൾക്ക് ഒരു സീസണിൽ മാത്രമേ കിട്ടത്തുള്ളൂ, അത് കഴിഞ്ഞ് കിട്ടില്ല. പക്ഷേ ഇങ്ങനെയൊരു കൂണിൻ്റെ കൃഷി ഇവിടെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഉദ്ബോധനം തന്നെ അത് ഞാൻ ഉദ്ബോധിപ്പിച്ച ഞാൻ ഇത് എല്ലാവരും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മാട്ടക്കാർ അത്യാവശ്യം ഞങ്ങളുടെ വീടുകളിലെങ്കിലും ഞങ്ങൾ ഒരെണ്ണമെങ്കിലും ഒരു ഉറിയെങ്കിലും ഞങ്ങൾ കെട്ടി തൂക്കുന്ന ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ഉറിയെങ്കിലും ഓരോ വീടുകളിലും കെട്ടി തൂക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ വീട്ടിൽ ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു 3 മാസത്തിലേക്കെങ്കിലും കുറച്ച് കൂണുകറിയെങ്കിലും കൂട്ടാം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പഠിക്കാൻ പറ്റി. അപ്പോൾ ഈ കൂണിൻ്റെ ഗുണങ്ങൾ ഇത് കൂടുതലായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഉത്പാദിപ്പിക്കാൻ സാധിക്കുകയും അതേപോലെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ തന്നെ നമുക്ക് മായമില്ലാത്തൊരു ഭക്ഷണം കഴിക്കാം എന്നുള്ള ആത്മാർത്ഥതയോടെ നമുക്ക് തിന്നാം എന്നുള്ള ആർത്തിയോടെ കൂടെ തിന്നാവുന്ന ഒരു ഭക്ഷണമാണ് ഈ കൂണ് എന്നുള്ളത്. അപ്പോൾ ആ കൂണിനെ കുറിച്ച് ഇത്രയും നന്നായിട്ട് വിശദീകരിച്ച് ഞങ്ങൾക്ക് തന്ന സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേര് കൃത്യമായ നന്ദി. അപ്പോൾ മൈൻഡപ്പ് ചെയ്യാൻ